രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുന്നു. രണ്ടാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടിയോടെയാണ് അവസാനിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ബീഹാറിലും ആവർത്തിച്ചു. വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമിട്ടത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് രാജ്യവ്യാപകമായി ഉണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു യാത്രയിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും ഇന്ന് വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികളുണ്ട്. അത് ആ സമയത്ത് ചെയ്യാതെ പിന്നീട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഇന്ന് വരാനിരിക്കുന്ന വിശദീകരണത്തെക്കുറിച്ചൊരു ടീസർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം വരുന്നു. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ബീഹാറിൽ ഈ റാലി നടക്കും. രണ്ടാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടികളോടെ ആയിരിക്കും അവസാനിക്കുക. വിവരങ്ങളുമായി വിനീത വിജി ചേരുകയാണ്. വിനീത, ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം, എന്നാലും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ റാലി രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റാലി, ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ മുനയൊടിക്കാനാകുന്ന ഒരു വിശദീകരണമാകുമോ ഉണ്ടാകുക എന്ന സാഹചര്യത്തിൽ ഇന്നത്തെ റാലി എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ക്രിസ്ത്യന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള വാഗ്വാദങ്ങളും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ റാലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളൊക്കെ തള്ളുകയും ചെയ്തു. അത്തരത്തിലേക്ക് ആരോപണങ്ങൾ തള്ളുമ്പോഴും ആ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റാലി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനം 8 മണിയോടുകൂടിയാണ് റാലി രണ്ടാം ദിനത്തിൽ ആരംഭിക്കുക. ഏതാണ്ട് വൈകിട്ട് 7:30 പൊതുസമ്മേളനത്തോടുകൂടി ഈ രണ്ടാം ദിനത്തിലെ റാലിയും അവസാനിക്കും. നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്നത് ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് വോട്ടർമാരും ഒപ്പം തന്നെ സാധാരണക്കാരും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അദ്ദേഹത്തിനെ അവർ വരവേൽക്കുകയും ഒക്കെ ചെയ്തൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 16 ദിവസം കൊണ്ട് 30 ജില്ലകളിലൂടെ മുന്നോട്ട് പോകാനാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വിവിധ ജില്ലകളിലേക്ക് എത്തിയ ആ റാലിയിൽ അണിനിരക്കും. ഇങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ബീഹാറിൽ ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മഹാറാലി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടി തന്നെയായിരിക്കും ആരംഭിക്കുക. ശരി, വിനീത വിജി ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.